ഹലോ ഹായ് നമസ്കാരം. വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്യേണ്ടി വന്നതിൽ ഖേദമുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ രാത്രി ഇപ്പം ഏകദേശം 1 മണി ആവാറായി സമയം. കോളനി എന്ന് പറയുന്ന കൊറിയൻ സിനിമ, ഒരു സോംബി മൂവിയാണ്. അങ്ങനെ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ലുലുവിലായിരുന്നു. രാത്രി 10 മണിക്കുള്ള ഷോ, കൊറിയൻ ഭാഷയിൽ വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ കണ്ടു. ആ സിനിമയെക്കുറിച്ചുള്ള ഒപ്പീനിയനാണ്. നാളെ രാവിലെ 10 മണിക്ക് നമുക്ക് ബാലനുണ്ട്. അപ്പോൾ രാവിലെ ഒരു 8 മണിക്ക് എണീക്കണം, റെഡി ആവണം, പോകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ക്യാമറയൊക്കെ സെറ്റ് വെച്ച് ഷൂട്ട് ചെയ്യേണ്ട ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ വാട്ട് അബൌട്ട് കോളനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇറ്റ്സ് എ അടിപൊളി പരിപാടി. സോംബി പരിപാടിയാണ്. നമ്മൾ ഊഹിക്കുന്ന പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ചില കേസിൽ അത് മരുന്നായിരിക്കും, ചില കേസിൽ എന്തെങ്കിലും ഒരു പാരസൈറ്റ് ആയിരിക്കും. അങ്ങനെ പല രീതിയിൽ വരുമല്ലോ. എന്തായാലും ഈ സിനിമയിൽ ഒരു മാൻ മെയ്ഡ്, അതായത് ഒരു ടെററിസം എന്നുള്ള ഒരു രീതിയിലാണ് അവർ ഈ സോംബി എന്ന് പറയുന്ന കാര്യത്തിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു സ്റ്റോറി, അതിൻ്റെ പുറകിലുള്ള ഇമോഷൻസ്, അതൊക്കെ അവർ പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോംബി ആയിട്ട് അഭിനയിക്കുന്ന ആളുകൾ നമുക്കറിയാമല്ലോ, ഒരു മറ്റേ ദേഹമൊക്കെ ഇട്ടിട്ടൊരു ഭയങ്കര അങ്ങനത്തെ ഒരുപാട് ഗംഭീര പെർഫോമേഴ്സ് ഉണ്ട്. സോംബി ആക്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള പെർഫോമേഴ്സ്, അതുപോലെ ഇതിൽ ലീഡ് റോൾസ് ചെയ്തിട്ടുള്ള ആളുകളെല്ലാവരും അത്രയും കൺവിൻസിങ് ആയിട്ട് ഇമോഷൻസ് ഒക്കെ ഗംഭീരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. അങ്ങനത്തെ ഗംഭീര പെർഫോമൻസ്. മ്യൂസിക് സൈഡ് ആണെങ്കിലും ഇതിൻ്റെ ഒരു സൗണ്ട് പരിപാടിയൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. വിഷ്വലി അത് കൺവിൻസിങ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, കാര്യം ഇതിനകത്ത് ഇവരുടെ ദേഹത്തുനിന്ന് ഒരു വൈറ്റ് കളർ സാധനം വരും. അത് നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ അത് ഇവരുടെ ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിലും വരുന്നുണ്ട്. മാത്രമല്ല അതൊരു അവരുടേതായിട്ടുള്ളൊരു വേൾഡ് ബിൽഡിംഗ് എന്നുള്ളൊരു ആംഗിളിലൊക്കെയാണ്. അപ്പോൾ ആ കാര്യങ്ങളും വളരെ ഗംഭീരമായിട്ട് തന്നെ അതിൻ്റെ ഓഡിയോ വിഷ്വൽ പരിപാടികൾ അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എവിടെയാണ് ഇതെനിക്ക് അത്ര അങ്ങോട്ട് സെറ്റ് ആവാതെ പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതിനു മുമ്പ് ഇപ്പോൾ ട്രെയിൻ ടു ബുസാൻ സിനിമയുടെ സംവിധായകൻ്റെ അടുത്ത പടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുമല്ലോ. അതായത് ഇത് എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്നിടത്തുനിന്ന് പ്രതീക്ഷ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടം, ആ ഒരു സാധനം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. പക്ഷേ ടുവേർഡ്സ് ദ എൻഡ് വരുമ്പോൾ ഇത് എത്രത്തോളം ഭീകരമാണെന്ന് പറയുന്ന ഒരു കാര്യം ഫീൽ ചെയ്യുന്നുണ്ട്. അതുവരെ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര കണ്ടെയ്ൻഡ് ആയിട്ട് ഒരു ബിൽഡിങ്ങിൽ മാത്രം നടക്കുന്ന പോലെയാണ് സിനിമയുടെ ഒരു വലിയ ഭാഗമുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കണ്ടെയ്ൻഡ് ആണല്ലോ, അപ്പം നമ്മൾ ടെൻഷൻ അടിക്കുന്നതും ആ റേഞ്ചിലായിരിക്കുമല്ലോ. അതിനപ്പുറത്തേക്ക് അത് വളരുമ്പോഴാണ് നമ്മുടെ ഉള്ളിലും ഈ പറയുന്ന ഭീതി ഭയങ്കരമായിട്ട് വരിക. അപ്പോൾ അതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സിൽ നമ്മളെ നമുക്ക് എവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് അതിലൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം പലപ്പോഴും ഇങ്ങനത്തെ സിനിമ വരുമ്പോൾ ഒരു സ്ത്രീ ഉണ്ടാവും, ഒരു കുട്ടി ഉണ്ടാവും, ഒരു പ്രായമായിട്ടുള്ള ആളുണ്ടാവും, അങ്ങനെ കുറച്ച് പ്ലേസ്മെൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് കുട്ടിയില്ല. അത് ചിലപ്പോൾ ഒരു കാരണമായിരിക്കാം. എന്തായാലും അങ്ങനെ എനിക്ക് എന്നെ പ്ലേസ് ചെയ്യാൻ പറ്റിയില്ല എവിടെയും. അപ്പം അതുകൊണ്ട് തന്നെ സംവെയർ ഇറ്റ്സ് ഹാപ്പനിങ്. അത് അവർ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം, കാത്തിരിക്കാം എന്ന് പറയുന്ന ഒരു ഇമേജ് ആയിരുന്നു. പക്ഷേ അവസാനത്തേക്ക് വരുമ്പോൾ അത് കുറേയും കൂടി ഇൻറ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച, നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന അത്ര അങ്ങോട്ടൊരു ഒരു 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 ഭീകരത വന്നില്ല എന്ന് പറയുന്ന പോലത്തെ കാര്യമാണ്. എന്നാൽ അതേസമയം കൊറിയൻസ് അവരുടെ സിനിമകളിൽ കൊണ്ടുവരുന്ന ഇമോഷൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഡെപ്തിൽ കാണിക്കാനുള്ള ഒരു ശ്രമമുണ്ട്. ചിലയിടങ്ങളിൽ അത് വിജയിക്കുന്നുണ്ട്. ഇപ്പം സഹോദരൻ സഹോദരി റിലേഷൻഷിപ്പ്, അച്ഛൻ മകൾ ഭാര്യ, അതുപോലെ വേറെ ഒരു ഉരുത്തിരിഞ്ഞു വരുന്ന സൗഹൃദങ്ങളെന്നൊക്കെ പറയുന്നത് പോലത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് അത്യാവശ്യം തരക്കേടില്ലാതെ വന്നിട്ടുണ്ട്. പിന്നെ പൊതുവെ ഹോളിവുഡിൽ സോംബീസ് വരുമ്പോൾ അവർ കണക്ട് ചെയ്യാത്ത ഒരു ഇമോഷൻ, ഈ ബുള്ളിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സാധനം, അത് ഇതിനകത്ത്, അത് കൊറിയൻസിൻ്റെ ചില വെബ് സീരീസുകളിലും സിനിമകളിലൊക്കെ കണ്ടായിട്ട് ഓർമ്മയുണ്ട്. അപ്പം അത് ഇതിനകത്ത് രസമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ രസമായിട്ടുള്ളതുണ്ട്, ഗംഭീരമായിട്ടുള്ളതുണ്ട് എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോഴും ഒരു ഭീകരത കിട്ടിയില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലാണ്. കുറച്ചും കൂടി ഭീകരത ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീല്. പക്ഷെ അപ്പോഴും സിനിമ മോശമൊന്നുമില്ല കേട്ടോ. നിങ്ങളൊരു നല്ല തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. നല്ല ഓഡിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അടിപൊളി. തിയേറ്ററിൽ ഒരു 5-6 പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. 5 ആൺപിള്ളേർ, ഒരു പെൺകുച്ചുമായിരുന്നു. അപ്പോൾ ഇവരിരുന്ന് കഥ പറയുകയാണ്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ കൗണ്ടറാണ് ഏറ്റവും മികച്ചതെന്നൊക്കെ ഉള്ള രീതിയിൽ അവസാനം നമുക്ക് തിരിഞ്ഞിരുന്ന് പറയേണ്ടി വന്നു, ദയവേത് നിങ്ങൾ ശബ്ദം ഉണ്ടാക്കാതിരിക്കും, നമുക്ക് സിനിമ കണ്ട ആവശ്യമുണ്ട്. അങ്ങനെ അവർ ക്യൂട്ട്നെസ് കുറച്ചു. അത്രയും നേരം കൊച്ചു പിള്ളേരാണ്, അവരുടെ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയുടെ ആയിരിക്കും. പക്ഷേ തിയേറ്ററിൽ പൈസ കൊടുത്ത് കയറിയിരിക്കുന്ന ബാക്കിയുള്ളവരെ ശല്യം ചെയ്തുകൊണ്ടല്ല നിങ്ങൾ ക്യൂട്ട്നെസ് കാണിക്കേണ്ടതും നിങ്ങളുടെ കുട്ടിത്തങ്ങൾ കാണിക്കേണ്ടതും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം അങ്ങനെ ഒന്നും കാണിക്കാത്ത ഒരു നല്ല ഓഡിയൻസിനോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്. പക്ഷേ ഇപ്പോൾ ട്രെയിൻ ടു ബുസാനും അതിനുശേഷം വന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് നെറ്റ്ഫ്ലിക്സിലൊക്കെ ഏതാ പേരെനിക്ക് ഓർമ്മയില്ല, ഞാൻ അതിൻ്റെ റിവ്യൂ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള കുറച്ച് സോംബി സിനിമകളൊക്കെ കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഇതിന് കുറച്ചും കൂടി ഒരു സയൻറ്റിഫിക് അങ്ങനത്തെ ഒരു സാധനമൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പം ഭീകരത കുറഞ്ഞിട്ട് ഇവർ കുറേ കാര്യങ്ങൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇതിൻ്റെ അകത്ത് നടത്തിയിട്ടുണ്ട്, വിച്ച് ഇസ് ഗുഡ് ആക്ച്വലി. പക്ഷേ
ഞാൻ ഭീകരതയ്ക്കാണ് പോയത്. അപ്പോൾ എനിക്കത് കുറഞ്ഞതിൻ്റെ ഒരു ചെറിയ ഇതാണ്. പക്ഷേ ഞാനീ പറഞ്ഞതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതിനേക്കാൾ ഗംഭീര അഭിപ്രായമായിരിക്കാം, ചിലപ്പോൾ അത്രയും ഗംഭീരമല്ലാത്ത അഭിപ്രായമായിരിക്കാം. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.